അമ്മ അമ്മ എന്തമ്മ ഇന്ന് രോഹിണിയെ പെണ്ണ് കാണാൻ വന്നാൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത്? നല്ല പയ്യനല്ലായിരുന്ന? അവരെന്തിനാണ് പറഞ്ഞത് നീ കേട്ടല്ലേ? നമുക്ക് സ്വത്തും സ്വർണ്ണമൊന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതി. ആ പറഞ്ഞത് ന്യായം. അതിന് ശേഷം പറഞ്ഞത് നല്ല അടി കൊടുക്കാനുള്ള വർത്തമാനമല്ലേ? പിന്നെ നിങ്ങളായിട്ട് നിങ്ങളെ മോക്ക് വല്ലതും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വിരോധമില്ല പോലും. അല്ലമ്മ, അതിന് അവര് സ്ത്രീധനമൊന്നും ചോദിച്ചില്ല, നമ്മളെ ഇഷ്ടമല്ലേ അവര് നോക്കിയത്. അത് നിന്റെ തോന്നലാണ്. ആ പറഞ്ഞതിലെ ഒരു മറുവശമുണ്ട്. അത് സ്ത്രീധനം ചോദിക്കാതെ ചോദിച്ചതാണ്. മിക്ക കുടുംബങ്ങളും കഷ്ടപ്പെട്ടും വീട് പണയം വെച്ചും കടം വാങ്ങിയും പെങ്കൊച്ചുങ്ങളെ കയ്യിലും കഴുത്തിലും വാങ്ങി ഇടുന്നതേ ഒരു ചെന്നുകാരൻ്റെ വീട്ടിൽ അതിന്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വേറെ ചിലരുണ്ട് പണക്കാര്, അവരവരെ പൊങ്ങച്ചം കാണിക്കാനുള്ള മാർഗമാണ് കല്യാണം. ഉള്ള സമ്പാദ്യം ഇത്രയും വിറ്റും പെറുക്കി കടവും വാങ്ങി മോളെ കെട്ടിച്ചുവിട്ടിട്ടേ പിന്നെ ആ കടം തീർക്കാൻ അച്ഛനോ ചേട്ടനോ വീണ്ടും കഷ്ടപ്പെടണം. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അച്ഛൻ്റെ അമ്മയുടെ സ്വത്തുക്കളെല്ലാം അമ്മക്കൊക്കെ അവകാശപ്പെട്ടത് തന്നെ. അതവരെ കാലശേഷം മാത്രമേ കൊടുക്കുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാലേ ഈ കല്യാണത്തിനായുള്ള ആർഭാടം അങ്ങ് തീരും. അപ്പൊ ഈ പന്തലും ആഘോഷങ്ങളും ഒന്നും വേണ്ടേ? വേണ്ടെന്നല്ല, അതൊക്കെ ഒരു സന്തോഷമല്ലേ. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പന്തലൊക്കെ ഇട്ട് നാലാളെ വിളിച്ച് ആഹാരം കൊടുത്ത് പാട്ടും ഡാൻസും ഒക്കെ കളിച്ച് അടിച്ചു പൊളിക്കാം. അപ്പൊ കല്യാണം കഴിഞ്ഞാലും എല്ലാവർക്കും മനസ്സമാനം ഉണ്ടാവും. അല്ലാതെ സ്വർണവും കാറും അതും ഇതുമൊക്കെ കൊടുത്ത് പെണ്ണിനെ കെട്ടിച്ചുവിടുന്ന ഏർപ്പാട് എന്ന് നിൽക്കുമോ അന്നേ ഈ നാട് നന്നാവും. അങ്ങനെ ആരെങ്കിലും വേട്ടെ, അപ്പൊ രോഹിണി നമുക്ക് ആലോചിക്കാം. അല്ലെങ്കിൽ നിന്റെ ഭാവി ഇല്ലാതാവും.